ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം നമുക്കിന്ന് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതിനു മുമ്പ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, തലശ്ശേരി ബിരിയാണി തന്നെ. പക്ഷെ അതിൻ്റെ റെസിപ്പിയും താഴെയുണ്ട്. പക്ഷേ ഇത് പൊരിച്ച ചിക്കനും പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് ഇത്രയും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു തലശ്ശേരി ബിരിയാണിയാണ്. ബിരിയാണി തന്നെ പല വിധത്തിലുണ്ടല്ലോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഈ കണ്ടതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പേസ്റ്റ് ചെയ്യുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പണ്ട് എനിക്ക് ബിരിയാണി തീരെ ഇഷ്ടമല്ലായിരുന്നു. ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ വീട്ടിൽ പെരുന്നാളിന് പോയപ്പോഴാണ് വെറുത്ത് പോയ കുട്ടിശങ്കരനെ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അല്ലെങ്കിലും നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്ന ബിരിയാണി ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? കണ്ണൂരിലെ ഉമ്മമാരെ അല്ലെങ്കിൽ മലബാറിലെ ഉമ്മമാരുണ്ടാക്കുന്ന ബിരിയാണി വെല്ലാൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്ന നിസ്സംശയം ഞാൻ പറയും. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് തൈര്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് അത് മിക്സ് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി കുറച്ച് ജീര റൈസ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെക്കുക. നാട്ടിൽ ജീരകശാല റൈസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ജീര റൈസ് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അരിയുടെ ഗുണം അനുസരിച്ചിരിക്കും ബിരിയാണിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് ഏറ്റവും നല്ല അരി തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് ഉണക്കമുളക്, കുരുമുളക്, പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ജാതിപത്തിരി, ജാതിക്ക. ഈ ജാതിക്ക ഉള്ളിൽ പൊട്ടിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ബേ ലീഫ്, പിന്നെ കസ്കസ് അത് സെപ്പറേറ്റ് എടുത്ത് വെക്കണം. ലാസ്റ്റ് മതി അത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുക, അധികം കരിക്കാൻ പാടില്ല. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കസ്കസും കൂടി ഇടുക, എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കസ്കസ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കസ്കസ് വേഗം പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ് മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കും. അതാ ബിരിയാണി മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കാണും. അത് നമുക്ക് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. 2 സെറ്റായിട്ട് ആണ് ഞാനിവിടെ വറുത്തെടുത്തിരിക്കുന്നത്. ഇത് ഒരു സൈഡിൽ നിന്ന് വറുത്തെടുക്കുമ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ വേണമെങ്കിൽ സവാള മൂപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് എണ്ണ ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ എണ്ണ എടുത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാള 2 സെറ്റായിട്ട് സെപ്പറേറ്റ് ഇതുപോലത്തെ 2 പ്ലേറ്റ് വേണം. പിന്നെ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ പുതിനയും മല്ലിയിലയും, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയും മല്ലിയിലയും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അരിയേണ്ടെന്ന് ആവശ്യമില്ല, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉതിർത്തിട്ട് എടുത്താൽ മതി. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഒരു സെറ്റ് സവാള എടുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറിൽ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പക്ഷെ അത് ഇത്ര ഡീപ്പ് ഫ്രൈ ആവേണ്ട, ഷാലോ ഫ്രൈ മതി. എന്നിട്ട് അതിലേക്ക് അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, ബാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഇട്ട് വീണ്ടും വഴറ്റുക. അതൊന്ന് ശരിയായി വരുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് ഒന്ന് വഴറ്റുക. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് മല്ലിയില, പുതിനയില അത് ചേർത്ത് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞ് അതിലേക്ക് ഇത്തിരി കേട് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ശരിക്കുള്ള ബിരിയാണി മസാല അതും ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പോഴാണ് ശരിക്കുള്ള ബിരിയാണിയുടെ മണം വരുന്നത്. അതിൽ ഇച്ചിരി മസാലപ്പൊടി എടുത്ത് മാറ്റി വെക്കുക. നമുക്ക് ദമ്മ് ചെയ്യുമ്പോൾ ലെയറാക്കിയിട്ട് അതിൽ വിതറി കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഉള്ളി 2 സെറ്റാക്കുക. അതിൽ ഒരു സെറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ഈ ചിക്കൻ്റെ കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി തേങ്ങാപ്പാലും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചൊന്ന് വഴറ്റുമ്പോഴാണ് ബിരിയാണിയുടെ ശരിക്കുള്ള മണം അങ്ങ് വരുന്നത്. മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഉരുളിയിൽ നെയ്യൊഴിച്ച് കാഷ്യൂം കിസ്മിസും വറുത്തെടുക്കാം. അത് വറുത്ത് കൊരിയതിന് ശേഷം അതിലേക്ക് വീണ്ടും ബിരിയാണി സ്പൈസസ്, ഏലക്ക, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലിത്തിരി കസൂരി മേത്തിയും കൂടി പൊടിച്ചിടുവാണെങ്കിൽ, കൈകൊണ്ട് തിരുമ്മിയിടുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്തിട്ട് ഒരു 3/4 വേവോളം വേവിക്കുക. 3/4 വേവായി കഴിഞ്ഞു. ഇനി നമുക്ക് ദമ്മ് ചെയ്യാം. സാധാരണ ആൾക്കാർ വേറെ തന്നെ പാത്രത്തിലിട്ടിട്ടൊക്കെ ദമ്മ് ചെയ്യുന്നത് കാണാം. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അതേ വെച്ച ഉരുളിയിൽ തന്നെയാണ് ചെയ്യാറ്. ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ചിക്കനിട്ട് അതിൻ്റെ മുകളിൽ സ്പൈസസും
ഇതൊക്കെ ഇട്ട് പിന്നെയും വീണ്ടും ചിക്കൻ ഇട്ട് അതിനെന്താ ഇങ്ങനെ മാറ്റിയിട്ട് അതിൽ തന്നെ ദം ചെയ്യാറാണ് പതിവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടും ചെയ്യാം. പക്ഷേ അരിയൊക്കെ എടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ നോക്കണം, പതുക്കെ വേണം എടുക്കാൻ. എന്നിട്ട് ലെയർ ഇടുമ്പോൾ അതിൻ്റെ കൂടെ പൈനാപ്പിൾ കൂടി ചേർത്തിട്ട് ലെയർ ചെയ്ത് നമുക്ക് മൊത്തം ഇട്ടിട്ട് അത് ദമ്മിന് വെക്കാം. ദമ്മ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ചിലവർ ദോശ തവി താഴെ വെച്ചിട്ട് അതിൻ്റെ മീതെ പാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എയർ ടൈറ്റ് ഉണ്ടായിട്ടുള്ള ഒരു ചൂടോടുകൂടി നല്ല മൂടി വെച്ചിട്ട് പുറത്ത് എയറൊന്നും പോവാത്ത രീതിയിൽ ടൈറ്റൻ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്